ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഹുക്കും ആ ഒരു ഹുക്കിന്റെ ലൂപ്പും നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം നമുക്ക് ഹുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഹുക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഞാൻ എന്നിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ ഹുക്ക് ഇതേപോലെ വെക്കുകയാണ്. അപ്പൊ ഹുക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ കറക്റ്റ് ഇതേപോലെ ഇപ്പം ഇങ്ങനെ നമ്മൾ വെക്കുന്ന ഹുക്ക് നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും കറക്റ്റ് ഇതേപോലെ വേണം ഹുക്ക് സെറ്റ് ചെയ്യാൻ. ഈ ഒരു എഡ്ജിന്റെ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കണം. ഇങ്ങനെ വെച്ച് വേണം നമ്മൾ ഹുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഹുക്ക് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഹുക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ നമ്മൾ 2 മടങ്ങ് ത്രെഡ് എടുക്കണം. അതായത് നമുക്ക് 2 മടക്കിൽ ഇതേപോലെ, ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ 3 മടങ്ങ് വരെ എടുത്ത് ചെയ്യാറുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടാനായിട്ട്. കറക്റ്റ് വെച്ചാൽ 2 ഇതേപോലെ 2 ലെയറിൽ ഇതേപോലെ ഇട്ടിട്ട് ഇതേപോലെ നൂല് കട്ട് ചെയ്തെടുക്കുക. കട്ടറിൽ നമുക്ക് നല്ല ഉറപ്പ് കിട്ടുക, അല്ല നമ്മൾ ഒരുപാട് ഇട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അത് കാരണം എന്നിട്ട് ഇതേപോലെ നമ്മൾ ത്രെഡിലേക്ക് നമ്മുടെ നീഡിലിന്റെ ഈ ഒരു ഹോളിലേക്ക് ഇതേപോലെ നമ്മുടെ ത്രെഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വേണ്ട, ഇതിപ്പോ 4 ത്രെഡ് ഉണ്ടല്ലേ. അപ്പൊ ഈ 4 ത്രെഡോ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ 3 ത്രെഡ് ഇട്ട് കൊടുത്താൽ 6 ത്രെഡ് കിട്ടും. ഞാൻ 6 ത്രെഡ് ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത്. മിനിമം നമുക്കൊരു ഇതേപോലെ 4 ത്രെഡ് കിട്ടി. എന്നിട്ട് നമുക്ക് ഈ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കണം. ഈ അറ്റം കെട്ടുന്ന ഇതേപോലെ ഒന്നിച്ച് ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയിക്കോളും. കണ്ടോ, അറ്റത്ത് ആ കെട്ട് വീണോളും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഹുക്ക് വെക്കാനായിട്ടാണ്. അപ്പൊ വെക്കുമ്പോൾ ഇതേപോലെ ഹുക്ക് കറക്റ്റ് ആയിട്ട് എവിടെയാണോ നമുക്ക് ഹുക്ക് പ്ലേസ് ചെയ്യേണ്ട കറക്റ്റ് ഇതേപോലെ അവിടെ വെക്കുക. കറക്റ്റ് കണ്ടോ, ഈ ഒരു ഇത് കറക്റ്റ് ഇങ്ങനെ ചേർത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ താഴ്ഭാഗം കണ്ടോ, നമ്മൾ ഈ നല്ല തുണിയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യാതെ നമ്മൾ ആ അടിക്കൂൽ ഇതേപോലെ ഇങ്ങനെ എടുക്കുക. അപ്പൊ നമുക്ക് ഈ കെട്ടി ഈ ഒരു പോർഷൻ നമ്മൾ കറക്റ്റ് ഇതിന്റെ ഉള്ളിലാക്കി തന്നെ ആക്കുക. കണ്ടോ, ഇതേപോലെ നമ്മൾ ഈ ഒരു നമ്മുടെ നീഡിലിന്റെ ഈ ഒരു തുമ്പ് വെച്ചിട്ട് അത് കറക്റ്റ് നമ്മൾ ഇതേപോലെ അകത്തേക്ക് ആക്കി കൊടുക്കുക. നമ്മളത് വെളിയിൽ കാണാൻ പാടില്ല. അപ്പൊ ഇതേപോലെ അകത്തേക്ക് ആക്കിയതിന് ശേഷം ഇതിന്റെ ഈ ഒരു എഡ്ജിൽ കൂടെ നമ്മൾ ഈ നല്ല വശത്തിലേക്ക് ഒരിക്കലും ഇതിന്റെ തയ്യൽ വരാൻ പാടില്ല. ആ ഒരു രീതി നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കണം. കണ്ടോ, നമ്മൾ ആ മടക്കിയ തുണിയേല് കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ എടുക്കുക. കറക്റ്റ് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇതേപോലെ ഒരു റൗണ്ട് കൂടി ഇതേപോലെ ഇങ്ങനെ ചെയ്യുക. കണ്ടോ, അപ്പൊ വീണ്ടും ഒരു റൗണ്ട് കൂടെ നമ്മളിപ്പം 2 ചുറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു 2, 3 ഒരു സൈഡിൽ തന്നെ ഒരു ഹോളിൽ ഇതേപോലെ 3 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ ചെയ്യുക. 2 പ്രാവശ്യം ചെയ്താലായാലും മതി, 3 ചെയ്താലും കുഴപ്പമില്ല, അത്രയും കൂടി ബലം ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഈ ഹോളാണ്. അപ്പൊ ഈ ഹോൾ ചെയ്യാനായിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ 3 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. ഇനി മിഷനെ ചെയ്യുന്ന ഫിനിഷിംഗ് ആണ് ഇതേപോലെ മടക്കി അടിച്ചിരിക്കുന്ന മിഷനേലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ മുകളിലത്തെ തുണിയെ ടച്ച് ചെയ്യാത്ത വിധം ഇതേപോലെ ഇങ്ങനെ എടുക്കണം. കണ്ടോ, ഇങ്ങനെ കുത്തി എടുക്കണം. ഒരു കാരണവശാലും നമ്മളുടെ നല്ല ഭാഗത്തേക്ക് അതിന്റെ ആ ഒരു ഇത് വരാൻ പാടില്ല. അപ്പൊ ഇതേപോലെ ഈ ഒരു സൈഡ് ഇതേപോലെ 3 പ്രാവശ്യം ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡും ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ അടിഭാഗത്തും കൂടെ നമ്മൾ ഇതിന്റെ ഈ ഒരു തുമ്പുണ്ടല്ലോ, ഇവിടേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. കണ്ടോ, അതും മുകളിലേക്ക് ഇവിടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, അതായത് നമ്മുടെ നീഡിൽ കയറിയിട്ടേ ഇല്ല. എന്നിട്ട് ഇതേപോലെ ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ ഇതിനുള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ വെക്കുക. കണ്ടോ, അതായത് നമുക്ക് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊങ്ങിക്കിളന്ന് വരും, അത് ഒഴിവാക്കാൻ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു 2 ചുറ്റ് ഇങ്ങനെ ചുറ്റുക. കണ്ടോ, 2 ചുറ്റ് ഇതിന്റെ ഇതിൽ കൂടി ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, 2 ചുറ്റ് ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ ഇപ്പുറ ഭാഗത്ത് വരാത്ത വിധം നമ്മൾ സൂചി ഇതേപോലെ കുത്തി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ റൗണ്ട് പോലെ ഇങ്ങനെ, ആ സമയത്ത് ഈ ഒരു നീഡിലിനെ ഇതിനുള്ളിലേക്ക് കയറ്റി ഇവിടെ ഇതിനെ നമുക്ക് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇത് കെട്ട് വീണ് കഴിഞ്ഞു. ആ കെട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കെട്ട് കൊടുത്താൽ അത്രയും കൂടി ഒരു ബലം ഇതേപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത്രയും കൂടി ഒരു ബലം കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മുടെ നീഡിൽ ഇതേപോലെ കുത്തി തൊട്ടടുത്ത് എവിടെയാണോ ഇനി അടുത്ത നമ്മളുടെ ഹുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അവിടെ ഇതേപോലെ വലിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മളവിടെ ഇപ്പൊ അടുത്ത കണ്ടിന്യൂസ് ആണ് നിങ്ങൾ പോകുന്നെങ്കിൽ അടുത്തത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് വേണം ഇതിനെ കുത്തി ഇറക്കാൻ. ഇനി അല്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം. ഇനി അടുത്ത ഹുക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതേപോലെ മുമ്പിലേക്ക് വരാത്ത വിധം ഇതേപോലെ
നമ്മൾ ഇതിനെ ഒന്ന് കെട്ടിടുക. ആദ്യം ഫസ്റ്റ് ഇവിടെ ഒന്ന് കെട്ടിടുക. അതും ഇപ്പുറത്തെ ഈ ഭാഗത്തേക്ക് വരാത്ത വിധം വേണം നമ്മളിങ്ങനെ കെട്ടിടാനായിട്ട്. അല്ലെ എപ്പോഴും നമുക്ക് ഇങ്ങനെ നൂലും കോർത്തോണ്ടിരിക്കാൻ പറ്റില്ല. കെട്ടിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡെ പിടിച്ച് വലിഞ്ഞ എല്ലാം കൂടി വരാണ്ടിരിക്കാൻ ഇവിടെ കെട്ടിട്ട് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഹോളിൽ ഇതേപോലെ 2 ചുറ്റ് ഇതേപോലെ ചുറ്റുക. 2 ചുറ്റോ 3 ചുറ്റോ 3 ചുറ്റി അത്രയും കൂടി നല്ല എന്താ പറയാ പെട്ടെന്നൊന്നും ഒരുപാട് നാള് നിൽക്കും. അപ്പോൾ ഒരു ചുറ്റി. ഇനി ഈ സൈഡിലത്തെ ഹോളിൽ ഇതേപോലെ 3 ചുറ്റി ഞാൻ ചുറ്റുവാണ്. കാരണം ഇതേപോലെ 3 ചുറ്റി ഈ സൈഡിൽ ഞാൻ ചുറ്റി. അപ്പൊ ഇതേപോലെ കുറെ അടുപ്പിച്ച് ഒരുപാട് നിങ്ങൾക്ക് ഹുക്ക് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു പ്രകാരം ഇവിടെ എടുത്തിട്ട് ഇവിടെ കെട്ടെടുത്തിട്ട് വെച്ചാൽ മതി. അപ്പൊ എപ്പോഴും എന്താ പറയാ ഈ നൂലിന്റെ അറ്റം കെട്ടിടുക അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ ഇതേപോലെ 3 ചുറ്റി എന്നിട്ട് കണ്ട് ഇതിനെ ഉള്ളിൽ കൂടി ഇതേപോലെ എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരുവാണ്. കണ്ടോ നമ്മുടെ ഈ ഒരു ഹുക്കിന്റെ തല ഇരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ ഇതിനെ ഇങ്ങനെ ചുറ്റുക. 2 ചുറ്റ് ഇതിന്റെ ആ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് ചുറ്റിയിട്ട് ഇനി ഇവിടേക്ക് ഞാനതങ്ങ് ഉറപ്പിക്കുകയാണ്. കേട്ടോ. അപ്പൊ ഇപ്പുറത്തേക്ക് അത് കയറി വരാൻ പാടില്ല. അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് വീണ്ടും നിങ്ങൾ കാര്യം അതാ അതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അത് ആ ഒരു സൂചി ഇപ്പുറത്തേക്ക് ഇരിക്കുന്ന അത് നമ്മൾ കാണാൻ പാടില്ല. അതേ പ്രകാരം വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇനി അടുത്തൊരെണ്ണം പിടിപ്പിക്കാനുണ്ടെങ്കിൽ ഇതുവഴി എവിടെയാണോ ഇനി അടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് എടുത്ത് അവിടെ ഇതേപോലെ കെട്ടിടുക. ഇനി അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഇവിടെ കെട്ടിട്ട് നിർത്തിയതാണല്ലോ, ഇവിടെ നമ്മൾ ഇതേപോലെ സ്റ്റോപ്പ് ചെയ്തേക്ക്. കണ്ടോ ഇതേപോലെയാണ് നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്നത്. കണ്ടോ ഇതേപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ ഹുക്ക് വെച്ചതിൻ്റെതായിട്ട് യാതൊരുവിധ പാടും നമ്മുടെ ഈ ഒരു സൈഡിൽ കാണാനായിട്ടില്ല. ഇനി നമുക്ക് ഹുക്കിന്റെ ലൂപ്പ് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് എവിടെയാണോ ഹുക്ക് എങ്ങോട്ടേക്കാണോ കുത്തേണ്ടത് അവിടെ വേണം നമ്മുടെ ഹുക്കിന്റെ ലൂപ്പ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അത് നിങ്ങൾ ഹുക്ക് സെറ്റ് ചെയ്തിട്ട് ലൂപ്പ് അത് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്കിംഗ് കൊടുക്കുക. എവിടെയാണ് നമുക്ക് ഇടേണ്ടതെന്നുള്ള മാർക്കിംഗ് കൊടുക്കുക. മാർക്കിംഗ് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഹുക്കിന്റെ ലൂപ്പ് ഇടുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ 4 ത്രെഡ് ഇട്ട് തന്നെ വേണം ചെയ്യാൻ. കാര്യം എല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളിരുന്ന് കുറെ പ്രാവശ്യം നമ്മളിരുന്ന് തയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ 4 ത്രെഡ് ഇട്ട് കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ല. കാര്യം നമ്മളല്ലെങ്കിൽ ഒരുപാട് നേരം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4 ത്രെഡ് ഇടണം. അതായത് 2 ത്രെഡ് ഇട്ടാൽ മതി. അപ്പൊ അത് ഇതേപോലെ വന്നു കഴിയുമ്പോൾ 4 ത്രെഡ് അത് ആയിക്കോളും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ അറ്റം ഇതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇതിപ്പോ കെട്ടിക്കൊടുക്കാതെ നമുക്ക് ചെയ്യാം, പക്ഷെ കെട്ടിക്കൊടുക്കുന്നതാണ് എപ്പോഴും ഒരു ഉറപ്പ് നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് വേണ്ടി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഹുക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലത്തെ എവിടെയാണ് ഇതിന്റെ റോങ് സൈഡ് എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക. നമ്മുടെ ആ ഒരു കെട്ട് കാണാതിരിക്കാനായിട്ടാണ്. എന്നിട്ട് ആ കെട്ടിനെ ഇതേപോലെ ഉള്ളിലാക്കുക. അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ആ കെട്ട് നിർത്താൻ പാടുള്ളൂ. നമ്മുടെ നല്ല വശത്ത് ആ കെട്ട് ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ ഇതേപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ എടുത്ത് നിർത്തിയിട്ട് നമുക്ക് എത്രയും അകലത്തിലാണ്, അതായത് നമുക്കൊരു 4 ഇഞ്ച് അകലം 2 പോയിന്റിന്റെ ആ ഒരു അകലം നമുക്ക് ഈ ഹുക്കൊന്ന് ഇതേപോലെ ആ ഹോളിൽ കയറണം. അപ്പൊ ആ ഒരു വീതി ഇതിന്റെ നമ്മുടെ ഹുക്കിന്റെ ഇതിന്റെ ഒരു വീതി അറിയാമല്ലോ. അപ്പൊ അതിന്റെ ഒരു ശകലം കൂടെ വീതി ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത്രയും അങ്ങ് ചെറുതായി പോകരുത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു നീളത്തില് നമ്മൾ കറക്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു 2 പോയിന്റ്, അതായത് നമ്മുടെ ഈ ഒരു സ്കെയിലൊക്കെ 2 പോയിന്റില് ഈ 2 പോയിന്റേ നമ്മൾ ഇട്ട് കൊടുക്കും. 2 പോയിന്റ് തന്നെ നമ്മൾ കഷ്ടിച്ചിടത്തില്ല. കറക്റ്റ് വേണ്ട ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള പോയിന്റ് നമുക്ക് അകലം മിനിമം നമുക്ക് മാക്സിമം നമ്മൾ കൊടുത്താൽ മതി. കണ്ട ഇതേപോലെ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നീളത്തിൽ 2-3 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കും. അപ്പം 2-3 ത്രെഡൊക്കെ ആകുമ്പോൾ ഒരു ത്രെഡ് പൊങ്ങിയോ അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല. എല്ലാ ത്രെഡ് ഈവനായിട്ട് തന്നെ വേണം അത് നിർത്താനായിട്ട്. കണ്ട ഇതേപോലെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതേപോലെ ഒരു 3 പ്രാവശ്യം ഇതേപോലെ കൊടുക്കുക. കണ്ടോ ഇപ്പൊ 3 ത്രെഡ് ഇട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇതേപോലെ കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. 3 പ്രാവശ്യം ഇതേപോലെ കൊടുത്തിട്ടും നമ്മൾ ആ ഇടയ്ക്ക് നീഡിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കണ്ട് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് വിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്നിച്ച് വലിക്കുമ്പോൾ കറക്റ്റ് അത് ഈവൻ ആയിട്ട് നിന്നോളും. കാര്യം 2-3 ത്രെഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മളിത് ഇതിന്റെ ഇടയിലേക്ക് തേണ്ടി ഈ ഒരു നീഡിൽ കണ്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. കണ്ട ഇതേപോലെ ഇങ്ങനെ എടുത്തൊന്ന് ചുറ്റി കൊടുക്കണം. ഇടയ്ക്ക് തേണ്ടി ഈ നീഡിൽ ഇങ്ങനെ ഒന്ന് ഒന്നിച്ചൊന്ന് പിടിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു നൂലെങ്ങാനും ലൂസായിട്ട് കിടന്നാൽ അത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു പെർഫെക്ഷനെ ബാധിക്കും കേട്ടോ. ഇതേപോലെ അറ്റം വരെ വരിക. വന്നതിന് ശേഷം ഈ എഡ്ജ് പോർഷൻ എത്തുമ്പോൾ ഇതേപോലെ എടുത്തിട്ട് കണ്ട ഇതേപോലെ റിങ് പോലെ ഒരു ഇതിനകത്തോട് ഇതേപോലെ നമ്മുടെ സൂചി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ കെട്ട് കൊടുക്കുക കണ്ടോ. ഈ കെട്ട് കൊടുത്തിട്ട് നമ്മളിത് ബാക്കിലേക്ക് ഇറക്കുക. ഇവിടെ അങ്ങ് നമ്മൾ അതിന്റെ കെട്ടോ ബാക്കി കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇതേപോലെ ഇറക്കി ബാക്കിലേക്ക് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഉണ്ട് ഇങ്ങനെ ഒരു ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതെ കണ്ടോ, ഇത്രയും പോലെ ഇത് കിട്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇനി അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കിൽ എന്നിട്ട് ഇനി അടുത്ത ഹോൾ ഇടേണ്ടതാണെങ്കിൽ നമുക്ക് ഒന്നിൽ ഇത് ബാക്കിലും കൂടി വെച്ച് നമ്മുടെ ആ ഒരു റോങ് സൈഡിൽ വെച്ച് ഒരു കെട്ടും കൂടെ കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് ഇതേപോലെ ഇറക്കിയിട്ട് എപ്പോഴും നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു തുമ്പ് കാണാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. അകത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി അടുത്ത ഹോൾ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ അടുത്തതും ഇവിടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ എൻഡിങ് നിർത്താവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ എന്നിട്ട് ഇതേപോലെ ഞാൻ ഇറക്കി കൊടുക്കുവാണ്. ഇനി ഞാൻ അതേ കാണിച്ചു തരാം. നമ്മളുടെ ഈ ഒരു ഹുക്ക് ഇതിലേക്ക് ഇതേ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഇടും കണ്ടോ. ഇതേപോലെ കണ്ടോ ആ ഒരു ടൈറ്റ് കിട്ടണം നമുക്ക് കണ്ടോ. കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഇടാം നമുക്ക് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹുക്കും ഹുക്കിന്റെ ആ ഒരു ലൂപ്പും നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത്രയും ത്രെഡ് ചെയ്തിട്ടുണ്ടോ നല്ല ബലമാണ് ഇത്. അങ്ങനെയൊന്നും പറഞ്ഞു എന്നാൽ നല്ല ശക്തിയിലാണ് പിടിച്ചു വലിച്ച്. അങ്ങനെയൊന്നും ഇത് പോരുകയൊന്നുമില്ല. ആ തുണി പോരുന്നു. പക്ഷെ നമ്മൾ ആ ചെയ്ത് വെച്ച നമ്മുടെ ആ ഒരു ഹുക്കും ഹുക്കിന്റെ ലൂപ്പും ഒരു കാരണവശാലും അത് വരില്ല കണ്ടോ. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഹുക്കും ഹുക്കിന്റെ ലൂപ്പും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കുറെ പേര് ഇത് ചോദിച്ചുകൊണ്ട് ചെയ്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സാരി ബ്ലൗസിനായിക്കോട്ടെ ഏതൊരു ഗാർമെന്റിനായിക്കോട്ടെ ഹുക്ക് വെക്കുന്ന ഒരു ഇതില് ഈ ഒരു ബലത്തോട് കൂടി തന്നെ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പവഴി എന്തെങ്കിലും ചെയ്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹുക്ക് നമ്മൾ രണ്ട് ഇടിയിൽ ഇടുമ്പോഴേ ഇത് ഊരിപ്പോരും. അപ്പൊ അതിലും നല്ല നമ്മൾ വെക്കുന്ന സമയത്തെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമതൊരു ഇരട്ടി പണിയുടെ ഒരു ആവശ്യം വരികയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് പക്കയായിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നല്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞ് പിന്നെയും നമ്മൾ നൂലും കോർത്ത് പിന്നെ ഇത് ചെയ്യണ്ടേ. അപ്പൊ അത് ഒഴിവാക്കാൻ ചെയ്യുന്ന സമയം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.